Hi dears, welcome back to Variety Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് റൈസ്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു തയ്യാറെടുപ്പില്ലാണ്ട് ഇരിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു മീൽ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അധികം എണ്ണയൊന്നും വേണ്ട. 2 ടീസ്പൂൺ എണ്ണയെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ വേഗത്തിൽ ഈ മീൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കുക. 3 മുട്ടയ്ക്കാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് 3/4 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ഒരു മുട്ടയ്ക്കാണെങ്കിൽ 1/4 കപ്പ് വെള്ളം വേണം. അതാണ് ശരിയായിട്ടുള്ള അളവ്. ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 3 മുട്ടയ്ക്കുള്ള ഉപ്പ് ചേർക്കുക. ആദ്യമേ കൂടുതൽ ഉപ്പിടാതെ വളരെ കുറച്ച് ചേർത്തിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴേക്കും സ്പൂൺ കൊണ്ട് ഇളക്കി ഇത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്യുക. ഹൈ ഹീറ്റിലാണ് കേട്ടോ ഈ സമയത്ത് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ടിത് നന്നായിട്ട് മുട്ട കുക്കായി കഴിയുമ്പോഴേക്കും വെള്ളം നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ആ സമയമാകുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. എന്നിട്ട് സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്നു വരുന്നത് വരെ ഈ എഗ്ഗുമായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. മീഡിയം ഹീറ്റിലാണ് കേട്ടോ ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്ത് ഏകദേശം നന്നായിട്ട് സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നന്നായിട്ട് ഈ സോയാ സോസ് മിക്സ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് പൊടിയായി ചോപ്പ് ചെയ്ത കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം കോറിയാൻഡർ ലീവ്സ് ചേർക്കുക. മിൻറ്റ് ലീവ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അതും ഈ റൈസിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കോറിയാൻഡർ ലീവ്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ കോറിയാൻഡർ ലീവ്സൊക്കെ നല്ല സോഫ്റ്റ് ആകും. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച ചോറ് 1 കപ്പ് ചേർക്കുക. ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. 1 കപ്പാണ് ചോറ്, അല്ലാതെ 1 കപ്പ് അരി വേവിച്ചതല്ല. 1 കപ്പ് വേവിച്ച ചോറാണ് ഇതിലേക്ക് ചേർത്തത്. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ബാക്കി വന്ന ചോറിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 കപ്പ് ചോറിന് 3 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം ചെറുനാരങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തത്. ചെറുനാരങ്ങ നീര് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ടാകും. ചോറൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ടാകും. അപ്പോൾ ഈ എഗ്ഗ് മസാലയുടെ കൂടെ റൈസ് നന്നായിട്ട് മിക്സപ്പ് ആകും. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നെയ്യുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അവസാനം ഈ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്യണത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. നെയ്യ് ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ റൈസ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് തൂവി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്താൽ മാത്രം മതി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു എഗ് റൈസാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമുക്ക് വേഗത്തിൽ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ മീൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ല മീലാണ്, നല്ല റെസിപ്പിയുമാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.